الحمد لله الكريم المعبود وأشهد أن لا إله إلا الله الرحيم المحمود وأشهد أن سيدنا محمدا أشرف مولود صلى الله على محمد وعلى آله ما سبح ملك في سجود اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين صدق الله العلي العظيم. സ്നേഹവും ആദരവും നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ദീനിൻ്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമർ റഹീമീനായ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും റമദാനിലെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ചുകൊണ്ട് വലിയ പ്രതിഫലം നൽകി സ്വർഗത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. റമദാനിൽ നാം നോമ്പെടുക്കുമ്പോൾ ധാരാളമായി നല്ല കുറേ ഗുണങ്ങൾ നാം പരിശീലിക്കുന്നുണ്ട്. അതിൽ കുറേ ഗുണങ്ങൾ ദിവ്യമായ അള്ളാഹുവിൻ്റെ 99 വിശേഷണങ്ങൾ പറഞ്ഞ അതിൽപ്പെട്ട ചില ഗുണങ്ങൾ, റഹ്മത്ത്, മഗ്ഫിറത്ത്, വിട്ടുവീഴ്ച, ജനങ്ങളോട് പൊറുക്കൽ, പരസ്പര സ്നേഹം, ആളുകളെ സഹായിക്കൽ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേയധികം ദിവ്യമായ ഗുണങ്ങൾ നോമ്പുകാർ എന്ന നിലക്ക് നാം റമദാനിലൂടെ നോമ്പെടുത്തുകൊണ്ട് പരിശീലിക്കുന്നുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വിശ്വാസത്തിൻ്റെ ഇത്തരം സൽഫലങ്ങൾ വ്യക്തി ജീവിതത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, അയാളല്ലാത്തവരിലേക്ക് കൂടി പകരേണ്ടതാകുന്നു എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്ന നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നന്മകളെ സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കുക, നമുക്ക് ലഭ്യമാകുന്ന, നാം നമ്മളിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന, നാം അള്ളാഹുവിൽ നിന്ന് നമുക്ക് കിട്ടണമെന്നാഗ്രഹിക്കുന്ന സൽഗുണങ്ങൾ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാൻ കഴിയുക എന്നുള്ളത് റമദാനിൻ്റെ ആത്മാവിൻ്റെ ഭാഗമാണ് എന്നതിനെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതാണ്. അതല്ലാത്ത ഒരു ആരാധനയെ, അത്തരം ഒരു ഉള്ളടക്കം ഇല്ലാത്ത കേവല ആരാധനയെ ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആരാധന നിർവഹിക്കുക എന്ന് പറയുന്ന നമ്മുടെ പ്രാഥമികമായ കടമ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും അതിൻ്റെ യഥാർത്ഥ ആത്മാവും അതിൻ്റെ കാമ്പും ഉൾക്കൊള്ളുന്നത് അത് നമ്മുടെ പൊതുജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തന രംഗത്ത് ഒക്കെ പ്രകടമാകുമ്പോഴാണ്, ആരാധനേതര ജീവിതത്തിലും അതുണ്ടാകുമ്പോഴാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്ന ആദ്യ സന്ദർഭം, മദീനക്കാരും റസൂലിനെ നേർക്കുനേരെ കണ്ടിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് അങ്ങോട്ടയച്ച പ്രബോധകർ നടത്തിയ പ്രബോധനം വഴി ഇസ്ലാം സ്വീകരിച്ച ധാരാളം മനുഷ്യരവിടെ ഉണ്ടായിരുന്നു. ആ മുഹാജിറുകൾ, സഹാബികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നതിന് അതിയായി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് റസൂൽ ഹിജറാനന്തരം മദീനയിലേക്ക് വരുന്നത്. മദീനയിലെത്തിയ റസൂലിനെ കാണുന്നതിന് വേണ്ടി ജനങ്ങളെല്ലാവരും തടിച്ചുകൂടി. ഒരു സംഭവം, അബ്ദുല്ലാഹ് ഇബ്നു സലാം എന്ന് പറയുന്നയാൾ, അദ്ദേഹം ആ നേരത്തെ വിശ്വാസിയല്ല, പിന്നീട് ഇസ്ലാം സ്വീകരിച്ച സഹാബിയാണ്. അപ്പം അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ടിരിക്കുന്നത് ഇദ്ദേഹം ഒരു കളവ് പറയുന്നവനും അതുപോലെ തന്നെ ആളുകളെ വഴിപിഴപ്പിക്കുന്നവനും ഒക്കെയാണ്, മഅദല്ലാഹ് എന്ന വിശ്വാസമാണ് അയാൾക്കുള്ളത്. അങ്ങനെ ആളുകളെല്ലാവരും റസൂലിനെ കാണാൻ വേണ്ടി തടിച്ചുകൂടി. എന്ന് മാത്രമല്ല, മദീനയുടെ തെരുവോരങ്ങളിൽ ഇപ്രകാരം അനൗൺസ് ചെയ്യപ്പെട്ടു എന്നാണ്, ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ വന്നിരിക്കുന്നു.
എന്ന് 3 പ്രാവശ്യം ഉറക്കെ വിളിച്ചു പറയപ്പെട്ടു എന്നാണ്. അങ്ങനെ ആളുകളെല്ലാവരും ഒരുമിച്ച് കൂടി ദൂരെ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു സലാം പറയുന്നു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം കണ്ടു. ആ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, അറഫ്തു അന്ന വജ്ഹഹു ലൈസ ബിവജ്ഹി കദ്ദാബിൻ, ഒരു കദ്ദാബിൻ്റെ, കദിബ് പറയുന്നവൻ്റെ മുഖമല്ല റസൂലിൻ്റേത് എന്ന് ഒറ്റ നോട്ടത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹം ഒരു പ്രഭാഷണം ജനങ്ങളോട് നടത്തുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ ആളുകളെല്ലാവരും അദ്ദേഹത്തെ കാണാൻ ഒരുമിച്ച് കൂടിയപ്പോൾ ആ ജനത്തോട് റസൂൽ നടത്തുന്ന പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തിൽ ഞാൻ ആദ്യം കേട്ടത് ഈ വചനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വചനം അദ്ദേഹം ഉദ്ധരിക്കുന്നു. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അഫ്ഷുസ്സലാം, നിങ്ങൾ സലാം പരസ്പരം പറയൂ, അതിനെ വ്യാപിപ്പിക്കൂ. വാതഇമുത് തആം, ആളുകൾക്ക് ആഹാരം കൊടുക്കൂ. വസലുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ ചാർത്തു. വസല്ലു ബില്ലൈലി വന്നാസു നിയാം, രാത്രിയുടെ നിശബ്ദതയിൽ ജനങ്ങൾ ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നമസ്കരിക്കൂ. തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി സ്വർഗത്തിൽ കടക്കാൻ ഈ കാര്യങ്ങളൊക്കെ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രഭാഷണത്തിൽ ഞാൻ ആദ്യം കേട്ടത് ഈ പറയുന്ന കാര്യങ്ങളാണ് എന്നാണ്. ഇത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിൻ്റെ കുറേയധികം ഗുണങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞത്. സലാം പറയുക എന്നുള്ളത് വളരെ ലളിതമായി നമ്മളെല്ലാവരും ദിനേന പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് കേവലം ഒരു അഭിവാദന വചനം മാത്രമല്ല. സലാം ആരോടാണോ നമ്മൾ പറയുന്നത് അവർക്കുള്ള സുരക്ഷയും സമാധാനവും അതിനൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയാണ്. ഈ ലളിതമായൊരു വചനം ഏതൊരാളുടെ ഉള്ളിലേക്കും അതിൻ്റെ അർത്ഥമറിഞ്ഞാൽ, അതിൻ്റെ ആശയം അറിഞ്ഞാൽ അവരിൽ സ്വാധീനം ചെലുത്തും എന്ന കാര്യത്തിൽ ഒരു 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 വ്യത്യാസം, ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്തതാണ്. ഭക്ഷണം നൽകുക, ബന്ധങ്ങൾ നന്നാക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ വലിയ നന്മയായിട്ട് ലോകത്തെല്ലാവരും അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. ഏതൊരാളുടെയും അടുപ്പം കിട്ടുവാനും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള മനുഷ്യത്വത്തെ ഉയർത്തിക്കാണിക്കുവാനും പറ്റുന്ന, അല്ലെങ്കിൽ അതിനെ വളർത്തുന്ന 2 ഗുണങ്ങളാണ് റസൂൽ പറഞ്ഞ അടുത്ത 2 കാര്യങ്ങൾ. രാത്രിയുടെ നിശബ്ദതയിൽ ജനങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേൽക്കൂ, പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞത് പ്രാർത്ഥനാ നിരതരാകാനുള്ള റസൂലിൻ്റെ നിർദ്ദേശമാണ്. ഒരേ സമയം സാമൂഹിക ബന്ധങ്ങളെയും ആത്മീയമായ മനുഷ്യൻ്റെ ഉത്കർഷതയെയും വളർത്തുന്ന നിർദ്ദേശങ്ങളാണ് റസൂൽ ആദ്യം മദീനയിൽ പ്രസംഗിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഫർളായ നമസ്കാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എടുക്കുന്ന നോമ്പിനെക്കുറിച്ചോ മറ്റെന്തെങ്കിലും വലിയ കർമ്മശാസ്ത്ര വിധികളെക്കുറിച്ചോ ഒന്നുമല്ല റസൂൽ ആദ്യം പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത് കേട്ടുകൊണ്ട് ജൂതനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും അദ്ദേഹത്തിന് ഇതൊക്കെ അത്ഭുതകരമായി തോന്നി. ഞാൻ തെറ്റിദ്ധരിച്ചിരുന്ന മനുഷ്യൻ്റെ പ്രഭാഷണത്തിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പം അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങളും കൽപ്പനകളും ഇസ്ലാം പഠിപ്പിച്ചതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടും മനുഷ്യരോടും സഹജീവികളോടും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും ഇസ്ലാം നൽകിയിരിക്കുന്നു എന്നുള്ള കാര്യം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, സമൂഹത്തിൽ സോഫ്റ്റ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ സൗമ്യ സ്വാധീനം. നമ്മൾ സാധാരണ രാജ്യങ്ങൾ തമ്മിലുള്ള നല്ല ബന്ധങ്ങൾക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് സോഫ്റ്റ് ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ നയതന്ത്ര സമീപനം അല്ലെങ്കിൽ മൃദു നയതന്ത്ര സമീപനം, സൗമ്യ നയതന്ത്രം എന്നൊക്കെ അതിന് പറയാം. എന്നതുപോലെ തന്നെയാണ് മനുഷ്യർ തമ്മിലുള്ള സമൂഹത്തിലെ വ്യത്യസ്തമായ ചിന്തകളും കാഴ്ചപ്പാടുകളും വ്യത്യസ്ത മതങ്ങളിലും ഒക്കെയുള്ള മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടാകേണ്ടുന്ന നയപരമായിട്ടുള്ള സൗമ്യമായിട്ടുള്ള ഈ ബന്ധങ്ങളെ ഉണ്ടാക്കുക. സോഫ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഹാർഡായിട്ടുള്ള പവറിനേക്കാൾ വലിയ പവറാണ് സോഫ്റ്റ് പവർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സൗമ്യശക്തി. അപ്പം ആ ശക്തിയെ നാം ഉപയോഗിക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ വ്യാപനത്തിനും ഇസ്ലാമിനെ ആളുകൾക്ക് മനസ്സിലാക്കുന്നതിനും ആളുകൾക്കിടയിൽ ഇസ്ലാമികമായ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാനും ഇസ്ലാം നമ്മെ തന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി മദീനയിൽ നടത്തുന്ന ദഅവത്തിൻ്റെ തുടക്കത്തിൽ പ്രയോഗിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമാണ്. സൽഗുണങ്ങളുടെ സാമൂഹീകരണം എന്നതിനെക്കുറിച്ച് പറയാം. സോഷ്യലൈസേഷൻ ഓഫ് ഗുഡ് ഡീഡ്സ് എന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ നന്മകളുണ്ട്. നാം റമദാനിൽ അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ തേടുന്നു. നാം ആരോടും പുറത്തു കൊടുക്കാൻ റെഡിയല്ല. നാം അള്ളാഹുവിനോട് വിട്ടുവീഴ്ച അഫുവിനെ ചോദിക്കുന്നു. നമ്മൾ ആരോടും അഫുവ് ചെയ്യാൻ തയ്യാറല്ല. നാം അള്ളാഹുവിനോട് കാരുണ്യം ചോദിക്കുന്നു. ലോകത്തുള്ള മനുഷ്യരോട് കാരുണ്യം ചെയ്യാൻ, ജീവികളോട് കാരുണ്യം ചെയ്യാൻ നാം തയ്യാറല്ല. ലോകത്തുള്ള മനുഷ്യർ മുഴുവൻ അല്ലെങ്കിൽ തെറ്റുകളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ നന്മയുടെ വഴിയിലേക്ക് നടത്താനും നരകവിമോചനം സാധിപ്പിച്ചു കൊടുക്കാനും നമുക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ അള്ളാഹുവിനോട് അഴുത്തക്കും മിനന്നാർ എന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്?
എന്ന് പറഞ്ഞാൽ നാം എന്ത് കാര്യമാണോ അള്ളാഹുവിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഏതൊരു ഗുണമാണോ നമ്മളിൽ ഉണ്ടാവണമെന്ന് നാം പ്രാർത്ഥിക്കുന്നത്, ആ ഗുണങ്ങളെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക് കൂടി പകരാൻ കഴിയുന്ന നന്മകളെ സാമൂഹീകരിക്കുന്ന ഒരു പ്രവർത്തനം ഇല്ലെങ്കിൽ ആ നോമ്പ് കൊണ്ട് എന്ത് ഫലം എന്നുള്ളതാണ് ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രവാചകൻ്റെ പത്നിയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകൾ കൂടിയാണ്. അവർക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടു. അഹ്സാബ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ ഇഫ്ക് സംഭവം, അത് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അന്നൂറിൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ സംഭവം ഉണ്ടായപ്പോൾ വലിയൊരു ആരോപണമാണ്, ലൈംഗികാരോപണമാണ്. ഒരു സഹാബിയുടെയും ആയിഷ ബീവിയുടെയും ഇടയിലുണ്ടായ ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണം മുനാഫിക്കുകൾ പ്രചരിപ്പിച്ചു. ആ പ്രചരണത്തിൽ സ്വാഭാവികമായും സമൂഹത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കുറേ ആളുകൾ എന്ത് ചെയ്യും, അതിനെ ഏറ്റെടുക്കും. കാരണം രസകരമായൊരു സംഗതിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ പല ആളുകളും ഇത്തരമൊരു പ്രശ്നം ഒരാളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ മൗനം അവലംബിക്കണോ, അതിൻ്റെ സത്യസന്ധതയെക്കുറിച്ച് അന്വേഷിക്കണോ, അതിലെന്താണ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടും ആലോചിച്ചുകൊണ്ടും ഒക്കെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. ഇല്ല, കേട്ട പാതി കേൾക്കാത്ത പാതി അതൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു, പ്രത്യേകിച്ച് മുനാഫിക്കുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ തന്നെ അടിക്കാനുള്ള ഒരു അടിയായിരുന്നു അത്. അപ്പോൾ ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെറിയൊരു പ്രതിസന്ധി ഉണ്ടായി. റസൂലിൻ്റെ ഭാര്യയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമാണല്ലോ ഈ പറഞ്ഞിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ ആയിഷ ബീവിയെ റസൂൽ അവരുടെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നു. അതുപോലെ തന്നെ മദീനയിൽ വലിയ പ്രയാസങ്ങൾ ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്നു. വിശ്വാസികൾക്കിടയിൽ തന്നെ എങ്ങനെയാണ് ഇത്തരമൊരു സംഭവത്തെ നിങ്ങൾ വിലയിരുത്തേണ്ടതും സമീപിക്കേണ്ടതും എന്ന് പറയുന്നതിനെ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് 40 ദിവസം കഴിഞ്ഞിട്ടാണ് ആ വിഷയത്തിൽ ആയിഷ ബീവിയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങുന്നത്. ആ ആയത്തിറങ്ങുന്ന സന്ദർഭത്തിൽ ഇത്തരമൊരു സന്ദർഭത്തിൽ എങ്ങനെയാണ് ഒരു സമൂഹം പ്രവർത്തിക്കേണ്ടത്, ഈ ഒരു വിഷയത്തെ എങ്ങനെ സമീപിക്കണം എന്ന് പറയുന്ന വിദ്യാഭ്യാസം കൂടി എന്ത് ചെയ്തു, പരിശുദ്ധ ഖുർആനിൻ്റെ വഹയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ഈ വിഷയത്തിൽ ആയിഷ ബീവിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ അള്ളാഹു 40 50 ദിവസം എടുത്തെങ്കിൽ ഈ വിഷയ സംബന്ധമായിട്ട് അള്ളാഹുവിൻ്റെ ഭാഗം നിരപരാധിത്വം വന്ന ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തീരുമാനിച്ചു, ഈ പ്രശ്നം പ്രചരിപ്പിക്കുവാൻ വേണ്ടി അതിൽ ഉൾപ്പെട്ട ഒരു മനുഷ്യൻ മിസ്തഹ് ബിൻ ഉസാസ, അദ്ദേഹം അബൂബക്കറിൻ്റെ കുടുംബക്കാരനാണ് എന്ന് മാത്രമല്ല ഒരു പാവപ്പെട്ട ദരിദ്രനായ മനുഷ്യനാണ്. അബൂബക്കർ സിദ്ദീഖിൻ്റെ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹായത്താൽ സാമ്പത്തികവും റേഷനൊക്കെ കൊണ്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, എൻ്റെ മകളെക്കുറിച്ചും പ്രവാചകൻ്റെ പത്നിയെക്കുറിച്ചും കള്ളം പറഞ്ഞ ഇയാൾക്കുള്ള സഹായം ഞാനിത് നിർത്തിവെക്കുന്നു. അതോടുകൂടി എന്ത് ചെയ്യും, ആ റേഷനും സാമ്പത്തിക സഹായം നിർത്തിവെക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. അപ്പോൾ ആയിഷ ബീവിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ 40 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അള്ളാഹു ആയത്തിറക്കിയതെങ്കിൽ അബൂബക്കറിൻ്റെ തീരുമാനത്തെ തിരുത്താൻ അപ്പോൾ തന്നെ ആയത്തിറങ്ങിയതാണ്. അത്ഭുതകരമായൊരു കാര്യമാണ്. അബൂബക്കറിൻ്റെ തീരുമാനത്തെ തിരുത്താൻ ഉടൻ ആയത്തിറങ്ങി. ആ ആയത്ത് ഇപ്രകാരമാണ്, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ, നിങ്ങളിൽ ജീവിതത്തിൽ വിശാലതയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഐശ്വര്യവും സമ്പത്തുമൊക്കെ കിട്ടിയ ആളുകൾ ഈ രീതിയിലുള്ള സത്യം ചെയ്യാൻ പാടില്ലാത്തതാകുന്നു. അയ്യുതു ഉലിൽ ഖുർബ വൽ മസാക്കീൻ വൽ മുഹാജിരീന ഫീ സബീലില്ലാ, അടുത്ത ബന്ധുക്കൾ അതുപോലെ തന്നെ പാവപ്പെട്ടവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ ചെയ്തു വന്ന ആളുകൾ, ഈ ആളുകൾക്കൊന്നും കൊടുക്കൂല, അവർക്കുള്ള സഹായം നിർത്തിവെക്കും എന്ന തീരുമാനം നിങ്ങൾ എടുക്കാൻ പോകരുത്. എന്താ കാരണം, വൽയാഫു വൽ യസ്ഫഹു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം, ആളുകളോട് വിശാലമായി പെരുമാറണം. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ജനങ്ങൾക്ക് എന്ത് ചെയ്യണം, പുറത്തു കൊടുക്കണം. ഇതൊരു വൺ വേ അല്ല. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരിക, അള്ളാഹു നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുക, അള്ളാഹു നിങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുക. നിങ്ങളിതൊന്നും ആളുകൾക്ക് കൊടുക്കാൻ സന്നദ്ധരല്ലെങ്കിൽ അള്ളാഹു ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇത് നിങ്ങൾക്ക് നൽകുകയില്ല. നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങളോട് നിങ്ങളിത് ചെയ്യണം. അപ്പോൾ റമദാനിൽ നാം അള്ളാഹുവിനോട് അഫ്വിനെ ചോദിക്കുന്നു, അള്ളാഹുവിനോട് നാം പാപമോചനം അർത്ഥിക്കുന്നു, നാം സ്വർഗത്തെ ചോദിക്കുന്നു, നരകവിമോചനത്തെ അർത്ഥിക്കുന്നു. ഈ അർത്ഥനയും ആഗ്രഹവും നാം നമ്മുടെ ഭാഗത്തു നിന്ന് ആളുകൾക്ക് കൊടുക്കാൻ സന്നദ്ധമല്ലെങ്കിൽ ആ നോമ്പിന് എന്ത് സാമൂഹിക ഫലം, ആ നോമ്പിൻ്റെ കാമ്പ് എവിടെ, ആത്മാവ് എവിടെ എന്നുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ റമദാനിൽ നാം എടുക്കുന്ന നോമ്പ് നമ്മെ അള്ളാഹുവുമായിട്ട് അടുപ്പിക്കുന്നത് പോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളുമായും സഹജീവികളുമായും നമ്മെ അടുപ്പിക്കുവാനും നമ്മളിലുള്ള ഗുണങ്ങളെ സാമൂഹീകരിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് അതിനെ പരത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഏതൊരു ചെറിയ നന്മയും ഈ ഗണത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്നതിൻ്റെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒരു പ്രയാസകരമായ കാര്യമല്ല. നമ്മുടെ ഹുലുക്കാക്കി അതിനെ മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ക്യാരക്ടർ, അതിനാണ് ഹുലുക്ക് എന്ന് പറയാം. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സ്വഭാവ
രീതിക്കാണ് ഹുലുക്ക് അല്ലെങ്കിൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. അതാക്കി ഇത്തരം കാര്യങ്ങളെ നമ്മുടെ സ്വാഭാവിക സ്വഭാവമായി അതിനെ മാറ്റുക. അതിലൊരു ഒരിക്കലും ഒരു അഭിനയമോ അതല്ലേ പുറമേ ഒന്ന് കാണിക്കുകയും പെരുമാറ്റത്തിലൊരു കാര്യവും ഉള്ളിൽ നമ്മുടെ യഥാർത്ഥ സ്വഭാവം മറ്റൊന്നുമാകുന്നതിനെ കുറിച്ചല്ല. യഥാർത്ഥ സ്വഭാവം തന്നെ ഇത്തരം ഗുണങ്ങളുടെ പ്രസരണമായി തീരണം എന്നതാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏതൊരു ചെറിയ നന്മയും ഈ അർത്ഥത്തിൽ നമുക്ക് ചെയ്യാനും അത് ചെയ്താൽ അതിൻ്റെ സ്വാധീനം കാണാനും കഴിയുന്നതാണ്. റസൂൽ പറഞ്ഞു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅൻ. നിങ്ങൾ നന്മ അതെത്ര ചെറുതാണെങ്കിലും അതിനൊരിക്കലും ചെറുതായി കാണരുത്, അതിനെ ഒരു നിസ്സാരമായ കാര്യമായിട്ട് കാണരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖിൻ. പ്രസന്ന മുഖത്തോടു കൂടി നിന്റെ കൂട്ടുകാരനെ സഹോദരനെ മീറ്റ് ചെയ്യുന്നത് പോലും ഒരു നന്മയാണ്. അതൊരു നിസ്സാര കാര്യമല്ല. അതിനെപ്പോലെ നിങ്ങൾ നിസ്സാരമായി കാണരുത്. മറ്റൊരു ഹദീസിലുണ്ട്, ഇന്ന റിഫ്ഖ ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ല സാന. നിങ്ങൾ മൃദുല സമീപനം സ്വീകരിക്കുന്നുവെങ്കിൽ, ഏത് വിഷയത്തിലാണോ ആ സമീപനം സ്വീകരിച്ചത് അത് അലങ്കാരമുള്ള ഭംഗിയുള്ള ഒന്നായി മാറുന്നു. വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ല ഷാന. നിങ്ങൾ അത്തരം ഗുണങ്ങളില്ലാതെയാണ് ഒരു കാര്യത്തെ സമീപിച്ചതെങ്കിൽ ആ കാര്യത്തിൻ്റെ മാർദ്ദവം, അതിൻ്റെ അലങ്കാരം, അതിൻ്റെ ഭംഗി ഇല്ലാതായിത്തീരുന്നു. അതൊരു അഭംഗി വരുന്ന ഒരു കാര്യമായി മാറുന്നു. നമ്മുടെ ഏതൊരു കാര്യത്തിലും ആ ചെയ്യുന്ന വിഷയത്തിൻ്റെ ഒരു രീതി അതിൽ വളരെ പ്രാധാന്യമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. ഈ ഹദീസ് റസൂൽ പറഞ്ഞത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയ സന്ദർഭത്തിലാണ്. ഒട്ടകം ആയിഷ ബീവി വിളിച്ചോടത്തേക്ക് വരുന്നില്ല. അപ്പോൾ പിന്നെ അതിനെ ഉപദ്രവിച്ചിട്ടും അതിനിടങ്ങേറാക്കിയിട്ടൊക്കെ ആയിഷ ബീവി പെരുമാറിയപ്പോഴാണ് ബിർറിഫ്ഖ് യാ ആയിഷ, അതിനോടൊന്ന് മാന്യമായി പെരുമാറിയാൽ അത് ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ ബീവി ഉപദേശിച്ച കൂട്ടത്തിലാണ് ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു പെരുമാറ്റ രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ റമദാനിൽ നാം എടുത്ത നോമ്പിൻ്റെ വിജയമാണ്. നാം പരിശുദ്ധ ഖുർആൻ ഓതുന്നു, രാത്രിയിൽ തറാവീഹ് നമസ്കരിക്കുന്നു, നമ്മൾ ജമാഅത്തായിട്ട് നമസ്കാരങ്ങളിൽ പള്ളിയിൽ വന്നുകൊണ്ട് തന്നെ സ്ഥിരമായി നമസ്കരിക്കുന്നു, ഇഅ്തികാഫിരിക്കാൻ നമ്മളിതാ തയ്യാറായി നിൽക്കുകയാണ്, സദഖയും സക്കാത്തും ഒക്കെ കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കുറേ നന്മകളൊക്കെ നാം ചെയ്യുന്നു. നമ്മുടെ വിജയത്തിന് വേണ്ടിയും അല്ലാഹുവിന് പ്രതിഫലം കിട്ടാനും വേണ്ടി തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം ഇതിൻ്റെയൊക്കെ സൽഫലങ്ങൾ ഭൗതിക ജീവിതത്തിൽ, പൊതുജീവിതത്തിൽ, മനുഷ്യരുമായി ഇടപഴകുന്നിടത്ത്, സാമൂഹിക ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിലൊക്കെ പാലിക്കാൻ നമുക്ക് സാധിച്ചാൽ അതുണ്ടാക്കുന്ന ഫലം വളരെ വലിയ സൽഫലങ്ങളായിരിക്കും എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു വിഷയമായിട്ട് നാം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് റമദാനിനെ ഉപയോഗപ്പെടുത്താൻ ഈ ബാക്കിയുള്ള ദിവസങ്ങളിൽ കൂടി ഇത്തരം ഗുണങ്ങൾ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ ലോകം എന്ന് പറയുന്നത് അസമാധാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രയാസങ്ങൾ നമ്മുടെ നാട്ടുകാരൊക്കെ ആയിട്ടുള്ള പല ആളുകളും ഗൾഫിലൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ പത്രങ്ങളിലും ചാനലുകളൊക്കെ വരുന്ന അത്ര വലിയ ഭീകരതയൊന്നും അവിടെ ഇല്ലെങ്കിൽ പോലും ഒരു യുദ്ധാന്തരീക്ഷം പശ്ചിമേഷ്യയിൽ വലിയ രീതിയിൽ ഉണ്ട്. അതിൻ്റെ പിന്നിൽ അമേരിക്കയും ഇസ്രയേലും നടത്തിക്കൊണ്ടിരിക്കുന്ന ചതിയും വഞ്ചനയും ഒരുപക്ഷെ നമ്മുടെ മുസ്ലിം ലോകം തിരിച്ചറിയാതെ പോകുന്നു. അതല്ലെങ്കിൽ അവർ ഏതോ കുടുക്കുകളിൽ കുടുങ്ങിക്കൊണ്ട് അതിന് സപ്പോർട്ട് ചെയ്യേണ്ടുന്ന ഒരു ദുരവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അറബ് പത്രങ്ങളും ചാനലുകളും നിരീക്ഷിച്ചാൽ, വായിച്ചാൽ, അറബ് എഴുത്തുകാരുടെ അവരുടെ ലേഖനങ്ങൾ വായിച്ചാലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അപ്പുറത്തിരിക്കുന്നത് ആരാണ് എന്നുള്ളതല്ല, ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ദുഷ്ഫലങ്ങൾ വരുന്നത് എന്നുള്ള കാര്യത്തിൽ ലോകത്ത് ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളില്ല എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ലോകത്തെ എല്ലാ തോന്നിവാസങ്ങളും, എല്ലാ ചീഞ്ഞ പ്രവർത്തനങ്ങളും മനുഷ്യത്വമില്ലാത്ത അതിൻ്റെ അടയാളങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോകത്ത് ഇറാനിനെക്കുറിച്ച് പറയുന്ന ഒരു ആരോപണമായിരുന്നു സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാത്തവരും പഴഞ്ചൻ ഇസ്ലാമികമായ 6-ാം നൂറ്റാണ്ടിലെ കാര്യങ്ങൾ വെച്ചു പുലർത്തുന്നവരുമാണ് എന്നുള്ളത്. അതേ ആളുകളാണ് 160-ലധികം കുട്ടികൾ പഠിക്കുന്ന, പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിൽ അവർക്ക് കൊണ്ട് ബോംബിട്ടത്. നിങ്ങൾ ആലോചിച്ചു, പെൺകുട്ടികൾക്കല്ലേ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പോളിസിയെക്കുറിച്ച് പറയാൻ വേണ്ടിയല്ല, ഇസ്ലാമിനെക്കുറിച്ചുള്ള ആരോപണമാണ് യഥാർത്ഥത്തിൽ. അത് ഏതെങ്കിലും ഒരു രാജ്യത്തെക്കുറിച്ചോ അവരുടെ നയങ്ങളെക്കുറിച്ചോ അല്ല, ഇസ്ലാമിനെക്കുറിച്ച് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അവർക്ക് ഒരു ന്യായങ്ങളോ ഒരു ലോകത്തുള്ള ഒരു നന്മയും അവരെ സംബന്ധിച്ചിടത്തോളം ഏശുകയോ പാലിക്കുകയോ ചെയ്യേണ്ടതില്ലാത്ത വിധം മനുഷ്യരെയും അതുപോലെ തന്നെ മൃഗങ്ങളെയും ചെറിയ പെൺകുട്ടികളെ എപ്സ്റ്റീൻ ഫയൽ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനൊക്കെ നേതൃത്വം കൊടുത്തവരും അതിലെ കൾപ്രിറ്റ്സുകളുമായിട്ടുള്ള ആളുകളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നമ്മൾ ചെയ്യുന്ന ഏതൊരു നന്മയും അസമാധാനത്തിൻ്റെ വിത്ത് പിഴുതെറിയാൻ സഹായകരമാവുമെങ്കിൽ
ആളുകൾക്ക് അതൊരു നന്മയായി മാറുമെങ്കിൽ റമദാനിൽ നാം നേടുന്ന നന്മകളെ നമ്മളാൽ കഴിയുന്ന അളവിൽ പ്രസരിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ലോകത്ത് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിടുതിയും രക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിം സമൂഹത്തിൻ്റെ നേതാക്കന്മാർക്കും രാജാക്കന്മാർക്കുമൊക്കെ ശക്തിയും ധൈര്യവും വിവേകവും നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനിലും ആളുകൾ ധാരാളമായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ പ്രയാസങ്ങളെ ദൂരീകരിച്ചുകൊണ്ട് സമാധാനമുള്ള ഒരു നാട് നൽകി അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കൂട്ടത്തിൽ ചെറിയൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, എല്ലാ വർഷവും റമദാനിൽ 3-ാമത്തെ വെള്ളിയാഴ്ചകളിൽ നാം ഈ പള്ളിയിലും മറ്റ് അനേകം പള്ളികളിലും നടത്താറുള്ള ഒരു സ്പെഷ്യൽ കളക്ഷൻ, സാമ്പത്തികമായ സമാഹരണം ഉണ്ട്. അത് മഞ്ചേരി മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ സേവന കേന്ദ്രം എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ പിരിവാണ്. ഒരു വർഷത്തിൽ റമദാനിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പിരിവാണ് ഒരു വർഷം മുഴുവൻ, ഒരുപക്ഷെ മറ്റ് സമയങ്ങളിലും അവർക്ക് കിട്ടുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ് റമദാനിൽ കിട്ടുന്നത്. എല്ലാ ദിവസവും ആളുകൾക്ക് അവിടെ വരുന്ന പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണം, കഞ്ഞി പോലെയുള്ള ഭക്ഷണം അവിടെ നൽകപ്പെടുന്നുണ്ട്. രോഗത്തിന് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ, വസ്ത്രം, അതുപോലെ തന്നെ ഉപകരണങ്ങൾ, അതുപോലുള്ള ഒരുപാട് സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ നമ്മളാൽ കഴിയുന്ന വലിയൊരു സഹായം അതിൻ്റെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഇവിടെ സംവിധാനിച്ചിരിക്കുന്ന സംവിധാനത്തിലേക്കോ നൽകണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുകയും നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.